എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രോമിനന്റ് ടൂറിസ്റ്റ് അട്രാക്ഷനായ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ ഒരു ദിവസം കൊണ്ട് കാണാൻ കഴിയുന്ന 5 പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ കാഴ്ചകളും ട്രാവൽ ഇൻഫർമേഷനും ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലെ നമ്മുടെ ആദ്യത്തെ സ്പോട്ട് മാരാരി ബീച്ചാണ്. ആലപ്പുഴയിൽ നിന്നും 14 കിലോമീറ്റർ മാത്രം അകലെയാണ് മാരാരി ബീച്ച്. രാവിലെ ഒരു 9 മണിക്ക് മുമ്പെങ്കിലും മാരാരി ബീച്ചിൽ എത്തുന്നതാണ് ബെറ്റർ. എങ്കിലേ ബീച്ചിന്റെ വൈബ് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലായിരിക്കും. സമാധാനപരവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ അലസമായിരുന്നു വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ബീച്ച് ബമ്മുകൾക്കുള്ള കിടിലൻ ബീച്ചാണ് മാരാരി ബീച്ച്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ബീച്ച് കസേരകളും കൊടകളും ഒക്കെ വാടകയ്ക്കെടുത്ത് കടൽ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ്. ഇവിടെ എത്തി വാട്ടർ സ്പോർട്ടും ബീച്ച് ഷാക്കും ഒന്നും പ്രതീക്ഷിച്ചേക്കരുത്. എന്നാൽ വേണ്ടപ്പെട്ടവരുമായി സമാധാനപരമായി സൊറ പറഞ്ഞിരിക്കാൻ ഇതിലും നല്ല ബീച്ച് ആലപ്പുഴയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തീരത്തോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ മത്സ്യബന്ധന ഗ്രാമമായ മാരാരിക്കുളം എന്നതിന്റെ ചുരുക്കമാണ് മാരാരി. ഇവിടുത്തെ തിരകൾക്കും തീരത്തിനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ സമാധാനപരമായിട്ട് കളിച്ച് തിമിർക്കാൻ കഴിയും. ഈ ബീച്ചിന് ചുറ്റും ആയുർവേദിക് വെൽനസ് റിസോർട്ടുകളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ബീച്ച് സൗന്ദര്യം ആസ്വദിക്കുന്നതിനും ആയുർവേദിക് ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ആയിട്ട് ഒരുപാട് വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ ആലപ്പുഴ യാത്രയിൽ മാരാരി ബീച്ച് ഒരിക്കലും മിസ് ചെയ്തേക്കരുത്. നമ്മുടെ പ്ലാനിലെ അടുത്ത ഡെസ്റ്റിനേഷൻ അർത്തിങ്കൽ ബസിലിക്കയാണ്. മാരാരി ബീച്ചിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാത്രം അകലെയാണ് അർത്തിങ്കൽ ചർച്ച്. ജാതി മത ഭേദമന്യേ എല്ലാവരും സന്ദർശിക്കുന്ന അർത്തിങ്കൽ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. പോർച്ചുഗീസ് കേരള വാസ്തുവിദ്യയുടെ സമന്വയമായി ഈ പള്ളിയുടെ ഇന്റീരിയർ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നല്ല എലഗൻ്റായ ഫ്രസ്കോകളാൽ ഡിസൈൻ ചെയ്ത് ചുമരുകളും ആൽമീതയും ഒക്കെ ചേരുന്ന അർത്തിങ്കൽ പള്ളിയുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. രോഗശാന്തി ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ബസിലിക്കയുടെ ചുറ്റുമുള്ള കാഴ്ചകളും അതിഗംഭീരമാണ്. ബസിലിക്കയ്ക്ക് ചുറ്റുമുള്ള റോസറി പാർക്ക് ചുറ്റും നടന്ന് കാണേണ്ടത് തന്നെയാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിലെ വിവിധ സംഭവങ്ങളുടെ രൂപങ്ങളുടെ ഡിസൈൻസ് ഒക്കെ ഉള്ള റോസറി പാർക്ക് ബസിലിക്കയ്ക്ക് ഒരു ക്ലാസിക് ലുക്കൊക്കെ നൽകുന്നുണ്ട്. ഈ പള്ളിയുടെ സൈഡിൽ തന്നെ റോസറി പാർക്കിനോട് ചേർന്ന് മരത്തിൽ ഡിസൈൻ ചെയ്ത ഒരു ചെറിയ ഷിപ്പിന്റെ മോഡലും കാണാവുന്നതാണ്. ഈ ഷിപ്പിൽ കയറി ഈശോയുടെ രൂപത്തിൽ നേർച്ചയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ ഷിപ്പിൽ തന്നെ ഒരു പരുന്തിന്റെ രൂപമുണ്ട്. ഈ ഷിപ്പിന് ഈ പക്ഷി നൽകുന്ന ക്ലാസിക് ലുക്ക് ഒന്ന് വേറെ തന്നെയാണ്. ഈ ബസിലിക്കയുടെ പുറകിലായിട്ട് 1581 പോർച്ചുഗീസുകാർ പണിത പഴയ ദേവാലയവും നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത, ഈ പെരുന്നാളിന് എല്ലാ മതസ്ഥരും ഇവിടെ എത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിക്കാട്ടുന്ന ഒരു പിൽഗ്രിം സെന്റർ തന്നെയാണ് ആലപ്പുഴയുടെ ഹൃദയമായ അർത്തിങ്കൽ ബസിലിക്ക. അതുകൊണ്ട് തന്നെ ആലപ്പുഴ യാത്രയിൽ അർത്തിങ്കൽ ചർച്ച് ഒരിക്കലും മിസ് ചെയ്തേക്കരുത്. നമ്മുടെ പ്ലാനിലെ അടുത്ത സ്പോട്ട് ഇന്റർനാഷണൽ കൊയർ മ്യൂസിയമാണ്. അർത്തിങ്കലിൽ നിന്നും മാരാരിയിൽ നിന്നും ഒക്കെ ആലപ്പുഴയ്ക്ക് പോകുന്ന ഹൈവേയിൽ തന്നെയാണ് കൊയർ മ്യൂസിയം. ആലപ്പുഴ എറണാകുളം ഹൈവേയിലെ കലവൂർ എന്ന സ്ഥലത്താണ് കൊയർ മ്യൂസിയത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ ഇവിടെ പ്രവേശിക്കാൻ സാധിക്കും. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടുത്തെ എൻട്രി ചാർജ്. മൊബൈൽ ഫോട്ടോഗ്രാഫിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിങ്കളാഴ്ചകളിൽ മ്യൂസിയം അവധിയായിരിക്കും. കയർ വ്യവസായത്തിന്റെ ചരിത്രവും യാത്രയും പ്രക്രിയകളും എല്ലാം മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കയർ മ്യൂസിയം ശരിക്കും ഒരു ഹിഡൻ ജമ്മാണ്. കാരണം കയർ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് മോഡലുകളും രൂപങ്ങളും ഒക്കെ കേരളത്തിലെ ടൂറിസ്റ്റുകളിൽ പലരും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കയർ വ്യവസായത്തിന്റെ വിവിധ നാൾവഴികൾ ഈ മ്യൂസിയത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്ലൈവറിംഗ് മെഷീൻസും കയർപ്പിരി സാമഗ്രികളും ഒക്കെ പുതിയ തലമുറയ്ക്ക് ഒരു പുത്തൻ കാഴ്ച തന്നെയാണ് എന്നതിൽ സംശയമില്ല. കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനുള്ള നിരവധി സ്പോട്ടുകളും കയർ മ്യൂസിയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലിയുമായിട്ടൊക്കെ വന്നാൽ ഇവിടെ കുറച്ച് ക്ലാസിക് ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരിച്ചു പോകാവുന്നതാണ്. ഒരു കയർ ഉൽപ്പാദന യൂണിറ്റും ഇവിടെയുണ്ട്. എന്നാൽ ഞായറാഴ്ചകളിൽ ഇവിടെ ജസ്റ്റ് കണ്ടുപോകാനേ പറ്റുള്ളൂ. അന്ന് യൂണിറ്റിന് അവധിയാണ്. അതുകൂടാതെ കയർ ഉൽപ്പന്നങ്ങളുടെ ഒരു സുവനിയർ ഷോപ്പ് ഇവിടെയുണ്ട്. റെയർ കളക്ഷൻസ് ഉള്ള ഈ ഷോപ്പിൽ നിന്നും കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. പുതിയ തലമുറയ്ക്ക് കയർ മ്യൂസിയത്തിലെ കാഴ്ചകൾ ഒരു പുത്തൻ അനുഭവമാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ യാത്രയിൽ കയർ മ്യൂസിയം ഒരിക്കലും മിസ് ചെയ്തേക്കരുത്. നമ്മുടെ പ്ലാനിലെ അടുത്ത സ്പോട്ട് ആലപ്പുഴയിലെ ഏറ്റവും പ്രശസ്തമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ആലപ്പുഴയിൽ നിന്ന് തിരുവല്ല റൂട്ടിൽ കൂടി ഒരു 14 കിലോമീറ്റർ യാത്ര ചെയ്താൽ അമ്പലപ്പുഴയിൽ എത്താൻ പറ്റും. ഇവിടുത്തെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും ആംബിയൻസും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഗംഭീര വൈബാണ് ഇവിടെ. സംസ്ഥാനത്തെ 7 മഹത്തായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ
എപ്പോഴും നല്ല തിരക്കാണ്. സാധാരണ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, എങ്കിൽ പോലും ക്ഷേത്രത്തിന്റെ ഭംഗി അതിമനോഹരമാണ്. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഗംഭീരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ചുറ്റമ്പലം തന്നെയാണ് ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. ഇവിടെ കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ആളുകൾ എത്തുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എപ്പോഴും നല്ല തിരക്കാണ്. പ്രസാദത്തിനും തൃക്കൈവണ്ണ ത്രിമുദ്രത്തിനും വഴിപാടുകൾക്കും അതുകൂടാതെ ചോറൂണിനും എല്ലാം സെപ്പറേറ്റ് ക്യൂവും തിരക്കുമുണ്ട്. ഇവിടുത്തെ പാൽപ്പായസവും അതിപ്രശസ്തമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചങ്ങാതി പാൽപ്പായസം കിട്ടാൻ രാവിലെ 11 മണിക്ക് ഇവിടെ വന്ന് ടോക്കൺ എടുത്ത് 1 മണിക്ക് മേടിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവർ പറയുന്നത് ഒരാഴ്ചത്തേക്ക് ടോക്കൺ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എടുത്താൽ അടുത്ത ആഴ്ച വന്നാൽ പായസം തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കണമെന്നുള്ള ആഗ്രഹം വെറുതെയായി. വഴിപാടിനും പ്രസാദത്തിനും ഒക്കെ നല്ല തിരക്കുണ്ടെങ്കിലും തുലാഭാരം നടത്തുന്നിടത്ത് അത്ര വലിയ തിരക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഈ അമ്പലത്തോട് ചേർന്ന് വിവിധ സംഗീത കച്ചേരികളും കലോത്സവവും ഒക്കെ കാണാൻ കഴിയും. ഈ ടെമ്പിളിന്റെ ഒരു സൈഡിൽ ഗുരുവായൂർ നടയും നമുക്ക് കാണാം. ഈ ടെമ്പിളിന്റെ വേറൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഈ അമ്പലക്കുളമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും ജയറാമേട്ടനും ഒക്കെ പണ്ട് തകർത്ത് അഭിനയിച്ച അദ്വൈതം സിനിമയിലൊക്കെ ഈ കുളത്തിന്റെ വ്യൂ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഈ കുളം എന്തായാലും ക്ഷേത്രത്തിന് ഒരു ക്ലാസിക് ആംബിയൻസ് ഒക്കെ നൽകുന്നുണ്ട്. ആലപ്പുഴയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയതയുടെ നേർക്കാഴ്ചയായ അമ്പലപ്പുഴ ക്ഷേത്രവും ആലപ്പുഴ യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്തേക്കരുത്. ആലപ്പുഴയിലെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആലപ്പുഴ ബീച്ചാണ്. ആലപ്പുഴയിലെത്തി എല്ലാവരും ഹാങ് ഔട്ടിനും ചില്ലിങ്ങിനും ഒക്കെ സെലക്ട് ചെയ്യുന്ന സ്പോട്ടാണ് ഇവിടെ. വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ഇവിടെ എത്തുന്നതാണ് ബെറ്റർ. ബീച്ചിനോട് ചേർന്നുള്ള സൈഡിൽ ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. കാർ പാർക്ക് ചെയ്തതിന് 25 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വെയിലൊക്കെ ഒന്ന് ആറിയ ശേഷം കടൽ തിരമാലകളിൽ തിമിർക്കാനും കടൽക്കാറ്റേറ്റ് അസ്തമയം കാണാനും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. മാരാരി ബീച്ച് പോലെ സമാധാനപരമൊന്നുമല്ല ഇവിടുത്തെ അന്തരീക്ഷം. കലപില ബഹളവും ആൾക്കൂട്ടവും ഒക്കെ ആയിട്ട് എപ്പോഴും ബഹളമയമാണ് ഇവിടെ. ഇവിടുത്തെ തിരമാലകൾക്ക് ഒരല്പം കൂടി ശക്തി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചു കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർ തീരത്തിറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ്. ലൈഫ് ഗാർഡുകളൊക്കെ വേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, എങ്കിലും കൊച്ചുകുട്ടികളുമായിട്ട് വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. തിരയടിച്ച് വരുമ്പോൾ അതിൽ അറമാദിക്കാനും തീരത്ത് പേരെഴുതി കളിക്കാനും ആലപ്പുഴ ബീച്ച് ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. കൊച്ചുകുട്ടികൾക്ക് ആലപ്പുഴ ബീച്ച് ടൺ കണക്കിന് ഫണ്ട് നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ബീച്ചിനോട് ചേർന്ന് തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ബീച്ചിന്റെ ഒരു സൈഡിൽ ചെറിയൊരു ഷിപ്പൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുമ്പിൽ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. കുതിരസവാരിക്കുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഈ ബീച്ചിൽ നിന്ന് കുറച്ചകലെ ലൈറ്റ് ഹൗസും പാർക്കും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ അവിടെയും പോകാവുന്നതാണ്. എന്നാൽ പണ്ട് അവിടെ പോയപ്പോൾ വലിയ ത്രില്ലൊന്നും തോന്നാത്തതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ പോക്ക് വേണ്ടെന്ന് വെച്ചു. അതിന് പകരമായിട്ട് ഇപ്പോൾ ബീച്ചിൽ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട്, അവിടെ കയറാമെന്ന് വെച്ചു. ഒരാൾക്ക് 130 രൂപയാണ് എക്സ്പോയിൽ കയറുന്നതിനുള്ള ചാർജ്. ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ഒരു റോബോട്ട് ഡോഗ് എത്തും. കൈയൊക്കെ പൊക്കി കാണിച്ച് വിവിധ ചേഷ്ടകളും ഒക്കെ ആയിട്ട് വളരെ ആതിഥ്യ മര്യാദയോടുകൂടി റോബോട്ട് ഡോഗ് നമ്മളെ സ്വീകരിക്കും. അതിന്റെ കാഴ്ചയൊക്കെ നോക്കി നമ്മൾ കുറച്ച് സമയം നിന്ന് പോകും. വേറെയും കുറച്ച് ചെറിയ റോബോട്ടുകളൊക്കെ ഇവിടെയുണ്ട്. കൊച്ചുകുട്ടികൾക്ക് ഇതൊക്കെ സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല ശീതീകരിച്ച സെറ്റപ്പിൽ വിവിധ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ മോഡൽസ് ഒക്കെ നല്ല ലൈറ്റിംഗ് ആംബിയൻസിൽ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക ആസ്വദിക്കുക ഒക്കെ ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നിരവധി മത്സ്യ ടാങ്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് മത്സ്യങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ കടലിനടിയിലെത്തിയ ഒരു ഫീലൊക്കെ നമുക്ക് ലഭിക്കും. മീനുകളുടെ ഒരു ആറാട്ടാണ് ഇവിടെ. തലയ്ക്കും മുകളിലും സൈഡിലും എല്ലാം മീനുകൾ അറമാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. കുറേ സമയം ആസ്വദിച്ച് ഇവിടെ സ്പെൻഡ് ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. റീൽ എടുക്കാനും ഷോർട്സ് എടുക്കാനും ഇവിടെ എപ്പോഴും നല്ല തിരക്കുമാണ്. ഈ മീനുകളുടെ ആറാട്ടൊക്കെ ആസ്വദിച്ച ശേഷം എക്സ്പോയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ മത്സ്യകന്യകയുടെ അടുത്തേക്കാണ് പോയത്. വരുന്ന എല്ലാവരെയും വളരെ ഉപചാരപൂർവ്വം സ്വീകരിക്കുകയും അവർക്കൊരു കിസ്സൊക്കെ നൽകുകയും ചെയ്യുന്ന ഈ മെർമെയ്ഡ് കുട്ടികൾക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. കുട്ടികളുമായി കളിക്കുവാനും എക്സ്പ്രഷൻസ് നൽകാനും ഒക്കെ ഈ റിയൽ മത്സ്യകന്യക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ജീവിക്കാൻ വേണ്ടി വിദേശ രാജ്യത്തു നിന്ന് ആലപ്പുഴയിലെത്തി വെള്ളത്തിൽ കിടക്കുന്ന ഈ വിദേശ വനിതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ. ഈ എക്സ്പോയിൽ തന്നെ ചെറിയ കുട്ടികൾക്കുള്ള കുറച്ച് ഗെയിമിംഗ് സോണുകളും ഷോപ്പിംഗ് സെന്ററും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ അവിടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഈ എക്സ്പോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബീച്ചിൽ വന്ന് താത്തയുടെ ബജ്ജിക്കടയിൽ നിന്ന് വേണമെങ്കിൽ ഫുഡ് തട്ടാവുന്നതാണ്. കപ്പയും കക്കായ ഇറച്ചിയും കല്ലുമ്മക്കായും ഒക്കെ ഇവിടെ ലഭിക്കും. ഇവിടെ ഇരുന്ന് കടൽ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ചൂട് ബജ്ജിയൊക്കെ തട്ടി ചായയൊക്കെ കുടിച്ചാൽ കിട്ടുന്ന വൈബ് ഒന്ന് വേറെ തന്നെയാണ്. ആലപ്പുഴ ബീച്ചിൽ നിന്നുള്ള സൺസെറ്റിന്റെ കാഴ്ചയും അതിമനോഹരമാണ്. നിരവധി പേരാണ് കടലയൊക്കെ കുറിച്ച് വൈകുന്നേരങ്ങളിൽ ഈ സൺസെറ്റ് കാണാൻ ഇവിടെ എത്താറുള്ളത്.
രാവിലെ മാരാരി ബീച്ചിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര അർത്തിങ്കലും കൊയർ മ്യൂസിയവും അമ്പലപ്പുഴയൊക്കെ കറങ്ങി വൈകിട്ട് ആലപ്പുഴ ബീച്ചിലെ സൺസെറ്റോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിലേതെങ്കിലും ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സ്പോട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആലപ്പുഴയിലെ കായൽ യാത്രയും വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ വഗ്ഗാ ബോട്ടിലോ അതേപോലെ മറ്റു ബോട്ടുകൾ ഏതെങ്കിലും പോയാൽ അതിനൊരു സെപ്പറേറ്റ് ദിവസം മാറ്റി വെക്കേണ്ടതായിട്ട് വരും. വഗ്ഗാ ബോട്ടിലെ കായൽ യാത്ര മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഞാൻ കോട്ടയത്ത് നിന്ന് വന്നുകൊണ്ടാണ് ഈ ഓർഡർ തിരഞ്ഞെടുത്തത്. നിങ്ങൾ വരുന്ന സ്ഥലത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഓർഡറിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ആലപ്പുഴയിലെ വൺ ഡേ ട്രിപ്പ് പ്ലാനും യാത്രാ ഇൻഫർമേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.